സർക്കാരിനും പോലീസിനുമെതിരെ ആഞ്ഞടിച്ച് ICU പീഡന കേസിലെ അതിജീവിത ഒരു തരത്തിലും സർക്കാരിൽ നിന്നും നീതി ലഭിക്കുന്നില്ല. അതിനാൽ നീതി തേടി പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുകയാണെന്നും അതിജീവിത വ്യക്തമാക്കി. ജീവിതക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം? ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവസ്തു ആക്കുന്നതാണോ? ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ്, അല്ല കമ്മീഷണർ എടുത്ത് വേറെ എന്തെങ്കിലും നടപടിക്കാം, അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല. അപ്പോൾ എന്നെ എത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വലിയ മോശമായിപ്പോയി. കേരളത്തെ ഞെട്ടിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവതയുടെ വാക്കുകളാണിത്. സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, ഇരകൾക്കൊപ്പം എന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറയുന്ന ഇടതു സർക്കാരിന്റെ പൊള്ളത്തരം ഒരിക്കൽ കൂടി പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുകയാണ് അതിജീവിത. കേസിൽ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതയ്ക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണ പുരോഗതി അറിയാൻ കമ്മീഷൻ ഓഫീസിൽ എത്തിയപ്പോഴുണ്ടായ ദുരനുഭവമാണ് ഇക്കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി തുറന്നു പറയാൻ അതിജീവിതയെ പ്രേരിപ്പിച്ചത്. പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അതിജീവിത ഉന്നയിക്കുന്നത്. ഇപ്പൊ ഇത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപമാനിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇത് എനിക്ക് വേദന, അത്രയ്ക്കും ഒരു വേദന ഉണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢമായ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. ഇതിനെതിരെ ഇനി പരസ്യമായി സമരത്തിനിറങ്ങുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നും അതിജീവിത പറയുന്നു. തീർച്ചയായിട്ടും ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഒരിക്കലും ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നീതി ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നീതി തരില്ലേ. അവർ നീതി തരാനുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം കൊണ്ട് എന്നെ അവഗണിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും പരസ്യമായിട്ട് ഒരു സമരം തന്നെ. എത്ര വലിയ എതിർപ്പും സമ്മർദ്ദങ്ങളും ഉണ്ടായാലും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.